നമസ്കാരം. ബേബികൾ എന്ന സിനിമ, ഓക്കെ, ബേബികൾ എന്ന് പറയുന്ന സിനിമ പറയുന്നൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്, ഒരു ഫാമിലി എൻ്റർടൈനർ കൂടിയാണ്. നമ്മളിപ്പോൾ ഈ ട്രെയിലറിൽ കാണുന്ന പോലെ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് പോയിന്റ് വരുന്ന സമയത്ത് ഒരു വളരെ ഒരു ഹാർട്ട് വാർമിങ് അല്ലെങ്കിൽ ഫുൾഫില്ലിങ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നിവിൻ സാർ ആയാലും ശരി, സംഗീതമായാലും ശരി, ലിജുമോൾ ആയാലും ശരി, അഭിമന്യു ആയാലും ശരി, മറ്റ് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത വളരെ വലിയ വലിയ ആർട്ടിസ്റ്റ് ഈ സിനിമയിൽ ഉണ്ട്. അവരെല്ലാവരും അവരുടെ വർക്ക് വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ എൻ്റെ ക്യാമറമാനായ ഫൈ നമ്മളൊരു ജനറിക് ആയിട്ടൊരു ബ്യൂട്ടി ഷോട്ട്സ് എടുക്കണം എന്നുള്ള പ്ലാൻ അല്ലാതെ വളരെ റോ ആയിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഫിലിമാണ് ഈ സിനിമ. അപ്പോൾ അത് ഫൈക്ക് അതിലൊരു വലിയ ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ ഈ ട്രെയിലർ കണ്ട ആൾക്കാർ വളരെ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഇമേഴ്സീവ് എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഫൈയുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന സാം സി എസ് ആണ്. സാം സി എസ് വളരെ ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് നമുക്ക് ഇത്രയും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിനു വേണ്ടി ചെയ്തത്. സാം സി എസിനൊരു വലിയ താങ്ക്സ് ഇതിൽ പറയാനുണ്ട്. ഈ പടത്തിലൂടെ നമ്മളൊരു 3 ആർട്ടിസ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് മൈഥിലി, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. മൃദുൽ ആൻഡ് അക്ഷയ്. സോ ഈ 3 പേർ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. വെരി പ്രൗഡ്ലി പ്രസന്റിംഗ് ടു ദം. ഈ സിനിമയിൽ ഓൾസോ ലോഞ്ചിങ് എൻ എഡിറ്റർ ഷൈജിന്റെ എഡിറ്റിംഗ് ഭയങ്കര ഒരു ടോക്ക് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമ റിലീസായി വരുമ്പോൾ. ആൻഡ് ഐ ഹോപ്പ് ഹി ഗെറ്റ്സ് എ ഗുഡ് നെയിം വിത്ത് ദിസ്. I think that's about it. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. ബിഗ് താങ്ക്സ് ടു ലിസ്റ്റൻ ഫോർ ബാക്കിംഗ് ദിസ് പ്രോജക്റ്റ് ആൻഡ് സഞ്ജു ഏട്ടൻ. ഈ ഒരു ഇങ്ങനൊരു വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സിനിമ എഴുതി ഇതിനെ എൻ്റെ അടുത്ത് ട്രസ്റ്റ് ചെയ്ത് തന്ന് സഞ്ജു ഏട്ടൻ ഒരു വലിയ താങ്ക്സ് ഉണ്ട്. ഈ സപ്പോസ് ടു കം ഹിയർ, പുള്ളി ഓൺ ദ വേയിലാണ് തോന്നുന്നത്. എല്ലാവർക്കും നമസ്കാരം. ബേബികൾ അങ്ങനെ 23rd റിലീസ് ആവുകയാണ്. എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കേട്ടത് ബേബികളുടെയാണ്. ബോബി സഞ്ജയ് ഇതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സിനിമകൾ അല്ലെങ്കിൽ കഥകൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ സ്ക്രിപ്റ്റായിരുന്നു ബേബികളുടെ. ഞാൻ വളരെ ഇമോഷണലി കണക്റ്റായിട്ട് എടുത്ത ഡിസിഷനാണ് ഈ സിനിമ ചെയ്യണം എന്നുള്ളത്. ഇതിൻ്റെ എന്താ പറയുക, മുമ്പും ട്രെയിലർ ലോഞ്ചിന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളൂ. ഇത് നമ്മളെല്ലാവരും ഈ സിനിമയിൽ ക്യാരക്ടേഴ്സ് മാത്രമാണ്. കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ബേബികൾ തന്നെയാണ്. ഇതിൻ്റെ കഥയും ഈ ബേബികളുമാണ് ഇതിൻ്റെ മെയിൻ. ബാക്കിയെല്ലാം നമ്മളതിൻ്റെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ആക്ടേഴ്സും നല്ലതാണ്. അപ്പം ഇത് സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നി. ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വാർത്തകൾ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു സിനിമയായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവണം തോന്നിയെടുത്തൊരു ഡിസിഷനാണ് ബേബികൾ ചെയ്യാന്നുള്ളത്. ഈ സിനിമയുടെ പിന്നിലൊരു കോസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ക്ലൈമാക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമ നമ്മളെല്ലാവരും പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഇതിൻ്റെ എൻഡാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എല്ലാവരും നല്ല എഫേർട്ട് എടുത്ത് സിനിമ ചെയ്തിട്ടുണ്ട്. അരുണാണെങ്കിലും വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവിധ സപ്പോർട്ടും അരുണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സിനിമ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ 23-ാം തീയതി വരുന്നത്. പക്ഷേ എല്ലാം പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. പ്രേക്ഷകർക്ക് വിട്ടുതരികയാണ്. നിങ്ങൾ സിനിമ കാണുക, കണ്ട് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയല്ല. അത് സിനിമ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത്രയും ഇതായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. താങ്ക് യു.